ഒരു ചള്ളു പോയി കേട്ടോ. എന്ത് ചെള്ളു കൊയ്യ? ചള്ളല്ല, പിന്നെ ചള്ളു മൂക്കാത്ത. എടാ മൂക്കാത്ത കോഴി എടുക്കാ, ഞാൻ പോയിട്ട് വരുന്നു. അതിന് പുച്ഛം പാർട്സ് ഉണ്ടായിടാ. കുറച്ചുണ്ട്, ഫ്രീ ആയിട്ട് തരാം. മോനെ മനസ്സിലെടു പൊട്ടി. അത് വേറെ ഒരു സഞ്ചിക്കകത്ത് ഇട്ടിട്ടിങ്ങന്നെ. ഇത് ഫ്രീ അല്ലല്ല. കോഴി ഞാൻ നാളെ വാങ്ങാം, ഇന്ന് കൂട്ടാൻ വെക്കാൻ ഇത് മതി. കോഴിയോ അങ്ങനെ പറഞ്ഞേ, നാളെ വാങ്ങാന്ന്. എന്റെ അർത്ഥ കോഴി എന്താ ചെയ്യും? നല്ല വീടിയാ, എന്നെ മുതൽ അപ്പ് വീടിയാ വരൂലേട്ടാ. ആയിക്കോട്ടെ, പണിയെല്ലാം പഠിച്ചില്ല, പൈസ കൊടുത്തോ. എന്നാ മുതലാളി ഇപ്പൊ പോയത് നല്ല കസ്റ്റമറാ, ഡെയിലി വരും കേട്ടോ. നല്ല കോഴി നോക്കിട്ട് കൊടുക്കണം. മുതലാളി ദിവസം വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് മുതൽ എന്റെ ജോലി രാജിവെച്ചു. ഇന്നാ എന്റെ രാജിക്കത്ത്. കാക്കിലോനിറച്ചി എന്ത് കാക്കിലോനാ? 70 അല്ലേ? പകുതി കൂട്ടാനും വെച്ച് പകുതി ഇറച്ചിപ്പത്തിലും തേച്ച് കൊട്ടാന്നല്ലോ. ഓനെ നോന് നോർക്കും. ഇതിൽ പകുതി കൊട്ടാണല്ലോ. തേച്ചു കൊട്ട അടുത്ത ആഴ്ച എല്ലില്ലാത്ത പോത്തിനെ ഇറക്കുന്നുണ്ട്. അന്നേരം പാകട്ടാ. അടവ് മാറ്റി ചവിട്ടണം. ഈ തേച്ചു അല്ല കൂട്ടാൻ വെച്ച രസം ഉണ്ടാവില്ല. മാറ്റി തന്നാട്ടാ. ഇത് 1 കിലോ ഉണ്ട് കേട്ടാ. ആയിക്കോട്ടെ, ഇത് കഴിഞ്ഞാല് പിന്നെയും വരുവാ. പോട്ടാ. കുറച്ചിറച്ചിയിലിട്ട ഇറച്ചിക്കാരൻ പൊട്ടനാൻ തോന്നുന്നു. ഇത് ഒന്നൊന്നല്ല, 2 കിലോനെങ്ങാനുണ്ട്. പെണ്ണാമറ്റായിട്ട് ജനിച്ചാ മതി. നാം വരുന്ന അറിഞ്ഞിട്ട് സ്വീകരണം ഒരുക്കാ നാട്ടുകാര്. മേഡം ഇടക്കിടക്ക് ഫ്ലൈറ്റിൽ പോയി വരുന്നല്ലേ? ആ ബിസിനസ് ക്ലാസ്സില് അത് എടുത്തു പറയണ്ട. ഇനി ഫ്ലൈറ്റ് പൊട്ടി തെറിച്ചാലും മേടേന് പേടിക്കണ്ട, അതിനുള്ള വഴി നമ്മളെ കയ്യിലുണ്ട്. അതൊക്കെ എന്നാ പോയി ഇരുന്ന് സംസാരിച്ചാലോ? എന്നാ പാ. മേഡം ഈ പോളിസി എടുത്തു കഴിഞ്ഞാല് 4 കോടിയാ നീ ഇപ്പൊ ഇരക്കേക്ക് വരുന്നത്. 4 കോടിയോ? പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങള് മയ്യത്താവണം. ഇതല്ല, ഇങ്ങനത്തെ കൊറേ ഇറങ്ങിയിട്ടുണ്ടല്ലോ. എനിക്കിപ്പൊ നേരമില്ല, ഇങ്ങനെ പോയിക്കോ, പിന്നെ വാ. The next morning. പഠിച്ചോനേറ്റിങ് പോയിട്ടില്ല. ഏയ് ഇതാ നല്ല പോളിസി മേഡം. എന്തെന്നാ ഈറ്റൊക്കെ കളിക്കുന്നത്? ഒന്ന് കീഴിൽ പോയോട്ടോ അവിടുന്ന്. മേഡം തിരക്കാന്നല്ലേ? ഒരാഴ്ച വരട്ടാ. ഈറ്റിങ്ങളെ ഒന്ന് തെരുവ് പട്ടികളും കാണുന്നില്ലോളി. ഒരു ചള്ളു പോയി കേട്ടോ. എന്ത് ചെള്ളു കൊയ്യ? ചള്ളല്ല, പിന്നെ ചള്ളു മൂക്കാത്ത. എടാ മൂക്കാത്ത കോഴി എടുക്കാ, ഞാൻ പോയിട്ട് വരുന്നു. അതിന് പുച്ഛം പാർട്സ് ഉണ്ടായിടാ. കുറച്ചുണ്ട്, ഫ്രീ ആയിട്ട് തരാം. മോനെ മനസ്സിലെടു പൊട്ടി. അത് വേറെ ഒരു സഞ്ചിക്കകത്ത് ഇട്ടിട്ടിങ്ങന്നെ. ഇത് ഫ്രീ അല്ലല്ല. കോഴി ഞാൻ നാളെ വാങ്ങാം, ഇന്ന് കൂട്ടാൻ വെക്കാൻ ഇത് മതി. കോഴിയോ അങ്ങനെ പറഞ്ഞേ, നാളെ വാങ്ങാന്ന്. എന്റെ അർത്ഥ കോഴി എന്താ ചെയ്യും? നല്ല വീടിയാ, എന്നെ മുതൽ അപ്പ് വീടിയാ വരൂലേട്ടാ. ആയിക്കോട്ടെ, പണിയെല്ലാം പഠിച്ചില്ല, പൈസ കൊടുത്തോ. എന്നാ മുതലാളി ഇപ്പൊ പോയത് നല്ല കസ്റ്റമറാ, ഡെയിലി വരും കേട്ടോ. നല്ല കോഴി നോക്കിട്ട് കൊടുക്കണം. മുതലാളി ദിവസം വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് മുതൽ എന്റെ ജോലി രാജിവെച്ചു. ഇന്നാ എന്റെ രാജിക്കത്ത്. കാക്കിലോനിറച്ചി എന്ത് കാക്കിലോനാ? 70 അല്ലേ? പകുതി കൂട്ടാനും വെച്ച് പകുതി ഇറച്ചിപ്പത്തിലും തേച്ച് കൊട്ടാന്നല്ലോ. ഓനെ നോന് നോർക്കും. ഇതിൽ പകുതി കൊട്ടാണല്ലോ. തേച്ചു കൊട്ട അടുത്ത ആഴ്ച എല്ലില്ലാത്ത പോത്തിനെ ഇറക്കുന്നുണ്ട്. അന്നേരം പാകട്ടാ. അടവ് മാറ്റി ചവിട്ടണം. ഈ തേച്ചു അല്ല കൂട്ടാൻ വെച്ച രസം ഉണ്ടാവില്ല. മാറ്റി തന്നാട്ടാ. ഇത് 1 കിലോ ഉണ്ട് കേട്ടാ. ആയിക്കോട്ടെ, ഇത് കഴിഞ്ഞാല് പിന്നെയും വരുവാ. പോട്ടാ. കുറച്ചിറച്ചിയിലിട്ട ഇറച്ചിക്കാരൻ പൊട്ടനാൻ തോന്നുന്നു. ഇത് ഒന്നൊന്നല്ല, 2 കിലോനെങ്ങാനുണ്ട്. പെണ്ണാമറ്റായിട്ട് ജനിച്ചാ മതി. നാം വരുന്ന അറിഞ്ഞിട്ട് സ്വീകരണം ഒരുക്കാ നാട്ടുകാര്. മേഡം ഇടക്കിടക്ക് ഫ്ലൈറ്റിൽ പോയി വരുന്നല്ലേ? ആ ബിസിനസ് ക്ലാസ്സില് അത് എടുത്തു പറയണ്ട. ഇനി ഫ്ലൈറ്റ് പൊട്ടി തെറിച്ചാലും മേടേന് പേടിക്കണ്ട, അതിനുള്ള വഴി നമ്മളെ കയ്യിലുണ്ട്. അതൊക്കെ എന്നാ പോയി ഇരുന്ന് സംസാരിച്ചാലോ? എന്നാ പാ.
മേഡം ഈ പോളിസി എടുത്തതിനാലേ 4 കോടിയാ നീ ഇപ്പൊ ഇരക്കേക്ക് വരുന്നത്. 4 കോടിയോ? പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾ മയ്യത്താവണം. നല്ല ഈസി. ഇതല്ല ആ ഇങ്ങനത്തെ കൊറേ ഇറങ്ങിയിട്ടുണ്ടല്ലോ, എനിക്കിപ്പൊ നേരമില്ല. ഇങ്ങനെ പോയിക്കോ, പിന്നെ വാ. The next morning. പഠിച്ചോനെ ഏറ്റിങ് പോയിട്ടില്ല. ഏയ് ഇതാ നല്ല പോളിസി മാഡം. എന്തെന്നാ ഈറ്റിനെ കളിക്കുന്നത്? ഒന്ന് കീഴിൽ പോയാട്ടോ ഓർന്ന്. മേഡം തിരക്കാന്നല്ലേ? ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാട്ടാ. ഈറ്റിങ്ങളെ ഒന്ന് തെരുവ് പട്ടികളും കാണുന്നില്ലോളി.